അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പനിക്കൂർക്ക വെച്ചിട്ടുള്ളതാണ്. ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു സസ്യമാണ് ഈ പനിക്കൂർക്ക ഇല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പനിക്കൂർക്ക, നവരയില എന്നൊക്കെ പറയും. പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പനിക്കൂർക്ക ഇല നമ്മൾ കഴിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും ഉള്ള ചുമ, പനി, കഫക്കെട്ട്, അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിന് ഈ പനിക്കൂർക്ക ഇലയ്ക്ക് ഒരുപാട് കഴിവുണ്ട്. അതുപോലെ തന്നെ പനിക്കൂർക്ക ഇല ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ശ്വാസം മുട്ടലൊക്കെ മാറുന്നതിനൊക്കെ ഈ പനിക്കൂർക്ക ഇല കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് പനിക്കൂർക്ക ഇല വെച്ചിട്ട് 2 അടിപൊളി റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പനിക്കൂർക്ക ഇല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തളിരില വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു രീതിക്ക് അടർത്തി എടുക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 20 ഇതുപോലത്തെ പനിക്കൂർക്ക ഇലയാണ്. കുറച്ച് നല്ല മുറ്റിയ ഇല അല്ലാതെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള തളിരിലയാണ് എടുക്കുന്നത്. ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 20 പനിക്കൂർക്കലയും രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 10 പനിക്കൂർക്കലയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഞാനൊരു സംഭവം കൂടി കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ കുഞ്ഞ് 2 ഇലയും അതുപോലെ തന്നെ 2-3 ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത 20 പനിക്കൂർക്ക ഇല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ തണ്ടൊന്ന് മാറ്റിയതിന് ശേഷം കത്രിക കൊണ്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പനിക്കൂർക്ക ഇല എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ പനിക്കൂർക്ക ഇല ചെയ്തിട്ടെടുക്കുന്നത് നെയ്യിൽ ആവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. എണ്ണയെക്കാളും നെയ്യിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പം നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഉണ്ടല്ലോ, മിക്സറിലൊക്കെ ഇടുന്ന പൊട്ടുകടല, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഇല്ല എന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് പൊട്ടുകടല എടുക്കുമ്പോഴായിരിക്കും. ഇനി ഇതിൻ്റെ നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വയ്ക്കുക. അപ്പം ഇതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് ഒരു 5 ചെറിയ ഉള്ളി ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തതും കൂടി ഇടാം. ഈ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ച പനിക്കൂർക്ക ഇലയാണ്. 3-4 ഇതൾ തുളസി ഇലയും കൂടെ ഇടാം. വേണമെന്ന് നിർബന്ധമില്ല. കുറച്ച് പുതിനയില, അതായത് ഇത്രയും, അത് ചെറിയ തണ്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തുളസിയില നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. ആദ്യം ഇത് ചെയ്ത് നോക്കിയിട്ട് തുളസിയില ഇട്ടിട്ട് ചെയ്ത് നോക്കി ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം തുളസിയില ഇട്ടാൽ മതി. പുതിനയിലാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ തുളസിയിലയും കൂടെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തുളസിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കുറച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പനിക്കൂർക്ക ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നിന് വാടിക്കിട്ടി. ഇപ്പോൾ വാടിക്കിട്ടിയപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ചിരകിയ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടിയുള്ള തൈര്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു 5 പച്ചമുളക് ഇടാം. ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 തണ്ട് കറിവേപ്പില. ഇനി കുറച്ച് മല്ലിയില ഇടാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എത്രയാണോ നിങ്ങൾക്ക് വെള്ളം വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഞാൻ ഇത്രയും വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ കുറച്ച് കട്ടിക്കാണ് എടുക്കുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് തന്നെ ഒഴിക്കുക, എന്നാൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നെയ്യില്ലാന്നുണ്ടെങ്കിൽ എണ്ണ എടുത്താലും മതി. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നമ്മൾ കടുക് താളിച്ചതിൽ നിന്നും കുറച്ച് എടുത്ത് മാറ്റാം. ലാസ്റ്റിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചെടുത്ത് മാറ്റാം. കടുക് താളിച്ചതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വെച്ചു. നമ്മുടെ പനിക്കൂർക്കയില അരച്ചെടുത്ത് ഇട്ടു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചട്നി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കട്ടിക്കാണ് എടുക്കുന്നത്. ഒന്ന് ചൂടാവട്ടെ, തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ അതായത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കടുക് താളിച്ചത് മാറ്റി വെച്ചില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പനിക്കൂർക്ക ഇല ഇട്ട് കൊടുക്കാം. ഒരു 5 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ ഇലയാണ്. വലിയ ഇലയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഒക്കെ എടുത്താൽ മതി. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക. 2 ഏലക്ക ചതച്ച് വേണം ഇടാൻ. ഒരു ചെറിയ കഷ്ണം പട്ടയും. ഇനി ഒരു 4 കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ എല്ലാ സത്തും ഇതിൽ ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ഈ ഒരു സമയം കൊണ്ട് അടുത്തത് നമ്മുടെ സെക്കൻഡ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇടാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടാം. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ ഈ മാവൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ 10 പനിക്കൂർക്കല മാറ്റി വെച്ചില്ലേ, അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഈ മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരിട്ടത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ കോരി ഒഴിക്കാം. കണ്ടില്ല, നല്ലോണം വീർത്ത് വരുന്നുണ്ട്. വീർത്ത് വരുന്ന സമയം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ നിറം ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ഇലയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. നമ്മൾ അധികം മുറ്റാത്ത ഇലയാണ് എടുത്തിട്ടുള്ളത്. ഈ ചൂട് കൊണ്ട് തന്നെ, ഈ എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇലയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇലയുടെ കളറൊക്കെ മാറി ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ സത്ത് ഈ വെള്ളത്തിൽ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടണ്ട. സാധാരണ നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിനിതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കരിപ്പൊട്ടി ഉണ്ടെങ്കിൽ കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് തേയിലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുതിർന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കടുപ്പം വേണ്ടത്, കുറച്ചും കൂടെ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കടുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ പനിക്കൂർക്ക വെച്ചിട്ടുള്ള സ്നാക്സും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. പുറത്ത് കണ്ടില്ലേ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. പനിക്കൂർക്ക വെച്ചിട്ടുള്ള ഒരു സ്നാക്സും അതുപോലെ തന്നെ അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയും. സ്നാക്സിന്റെ കൂടെ മാത്രമല്ല, ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തിന്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാനിവിടെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളടങ്ങിയ പിന്നെ പനി, ചുമ, കഫം എല്ലാം മാറി കിട്ടുന്നതിന് ദിവസം കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ചായയും കൂടെ ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പനിക്കൂർക്ക മിക്ക വീടുകളിലും ഉള്ളതാണ്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും ചട്നിയും അതുപോലെ തന്നെ കട്ടൻ ചായയൊക്കെ തയ്യാറാക്കി നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്